യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് സ്വർഗം തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കും. രോഗികൾ സൗഖ്യമാക്കപ്പെടും, തകർച്ചകൾ വിട്ടുമാറും, കടഭാരങ്ങൾ വിട്ടുമാറും, മക്കളും കൊച്ചുമക്കളും തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് ഇഷ്ടം നമ്മളെ അനുഗ്രഹിക്കാനാണ്, നിരന്തരം അനുഗ്രഹിക്കാനാണ് ദൈവത്തിൻ്റെ ആ പദ്ധതി, സ്നേഹത്തിൻ്റെ പദ്ധതി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം 26-27 വചനങ്ങൾ, സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി ഞാൻ അവരുമായിട്ട് ഉണ്ടാക്കും. എഫേസോസ് 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഈ ലോകം തരുന്ന സമാധാനമല്ല, യേശു നൽകുന്നത് സ്വർഗത്തിൻ്റെ സമാധാനമാണ്, ദൈവിക സമാധാനമാണ്. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. ഇന്ന് വ്യക്തിയുടെ ഹൃദയങ്ങളിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, ലോകത്തു സമാധാനമില്ല. യുദ്ധങ്ങളും കെടുതികളും മരണങ്ങളും അപകടങ്ങളും എല്ലാം ഇങ്ങനെ പെരുകുന്നു. കടുത്ത വേനൽ കൊണ്ട്, ചൂട് കൊണ്ട് ജനം വിഷമിക്കുന്നു. അപ്പോൾ എവിടെയും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ലോകത്തെമ്പാടുമുണ്ട്. കർത്താവ് പറയുക, ഞാൻ അവരുമായിട്ട് സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി വയ്ക്കും. ചിലർ പറയാറുണ്ട്, ബ്രദറെ ഒന്നുമില്ലെങ്കിലും സമാധാനം മാത്രം മതിയെന്ന്. സത്യമാത് സമാധാനം, ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടുക, അത് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അത് യേശുവിന് മാത്രമേ യഥാർത്ഥ സമാധാനം നിങ്ങൾക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ സമാധാനം, യേശു നൽകുന്ന സമാധാനം സ്വന്തമാക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അവരെ വർദ്ധിപ്പിക്കും. അത് യേശുവിൻ്റെ കൂടെയായിരിക്കുന്നവരെ യേശു അനുഗ്രഹിക്കും, ഉറപ്പാ. വർദ്ധിപ്പിക്കും. ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ, സാമ്പത്തിക മേഖല ഒരു വർധനവ്, അഭിഷേകത്തിൽ ഒരു വർധനവ്, ജോലിയിൽ വർധനവ്, മക്കളിൽ വർധനവ്, കൃഷിയിൽ വർധനവ്. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയും. വർധനവ് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അനുഗ്രഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, വർധനവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, അതായത് വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് പോകുകയാണ്. ഒരിക്കൽ ഒരു വിദേശ രാജ്യത്ത് ഞാനൊരു ധ്യാനം എത്തുമ്പോൾ എന്നടുക്ക പരിചയപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞു, അക്രൈസ്തവനാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വന്തമായി, ശരീരത്തിൻ്റെ ഭാഗമായി. അങ്ങനെ ആ വ്യക്തിയും കുടുംബവും പ്രാർത്ഥനയിൽ മുന്നേറി ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിരുന്നതാണ്. യേശുവിലേക്ക് വന്നു കഴിഞ്ഞ് അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആ ബിസിനസ് അങ്ങ് വളർന്നു. ഇന്ന് ഗൾഫിലെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഏതാനും വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. കർത്താവിനെ അറിഞ്ഞു, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു. നിരന്തരമായിട്ട് ഭാര്യയും മക്കളും ഒക്കെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അനുഗ്രഹം
ദൈവം വർഷിച്ചു, അനുഗ്രഹിച്ച് ഉയർത്തി. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കിയാൽ അനുഗ്രഹം ഉറപ്പാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, അവിടെ മധ്യേ എൻ്റെ ആലയം എന്നേക്കുമായിട്ട് ഞാൻ സ്ഥാപിക്കും. ദൈവത്തിൻ്റെ ആലയം നീയാണ്. നിൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്, നിൻ്റെ കൂടെയാണ് ദൈവം വസിക്കുന്നത്. എൻ്റെ വാസസ്ഥലം അവിടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവിടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുവാൻ നമ്മുടെ കൂടെ അവിടുന്നുണ്ട്. നിൻ്റെ തകർച്ചകളിൽ നിന്നെ അവൻ ബലപ്പെടുത്തും. നിൻ്റെ തകർച്ചകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. നീ കടന്നു പോകുന്ന സഹനത്തിൻ്റെ വഴികൾ അത് വലിയ അനുഗ്രഹത്തിൻ്റെ മേച്ചിൽപ്പുറമായിട്ട് മാറാനായിട്ട് പോവുകയാണ്. നിൻ്റെ കണ്ണുനീര് മുഴുവൻ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് മൊത്തം വലിയ അനുഗ്രഹമായിട്ട് നിൻ്റെ കുടുംബത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. എസെക്കിയേൽ 36:8 വചനങ്ങൾ, ഇസ്രായേൽ മലകളെ ഞങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കും. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി കർത്താവ് നിലകൊള്ളും. നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവം, നമ്മളെ വീണാൽ കൈപിടിച്ചു താങ്ങുന്ന ദൈവം, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും, നിങ്ങളിൽ ഉഴവും വിതയുമുണ്ടാകും. ഞങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും ചെയ്യും. ഞാൻ വർദ്ധിപ്പിക്കും. വിശുദ്ധ ബൈബിളിൽ അനേക സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വർദ്ധിപ്പിക്കുമെന്ന്. ഉറപ്പാണ്. വർദ്ധനവ് ദൈവത്തിനും. കർത്താവ് വർദ്ധനവ് നൽകും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. നിൻ്റെ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ഒരു വർദ്ധനവ്, അഭിഷേകത്തിൽ ഒരു വർദ്ധനവ്, നിൻ്റെ ബിസിനസ്സിൽ ഒരു ഉയർച്ച, വർദ്ധനവ്, നിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, വർദ്ധനവ് ഉറപ്പായിട്ടും കർത്താവ് നൽകും. യേശുവിനെ വിളിച്ചപേക്ഷിച്ച ആർക്കും ഇന്നുവരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഉറപ്പാണ്. യേശുവിനെ ആര് വിളിച്ചോ അവർ അനുഗ്രഹിക്കപ്പെടും. അവിടെ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല. നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ തകർച്ചകളിൽ നിന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്ന, സന്തോഷം നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സഹനങ്ങളും കണ്ണുനീരും തകർച്ചയോടൊക്കെ നിനക്ക് അനുഗ്രഹമായിട്ട് ദൈവം മാറ്റുവാനായിട്ട് പോവുകയാണ്. എസെക്കിയേൽ 36:11, മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും. പൂർവ്വകാലങ്ങളിൽ എന്നപോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് നൽകും. ഇവിടെ പറയുകയാണ് സന്താനപുഷ്ടി നൽകുമെന്ന്. സന്താനപുഷ്ടി കർത്താവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ധാരാളം പേര് മക്കളെ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. മക്കളില്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, ഒത്തിരി പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് മക്കളെ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. കാരണം മക്കളെ കിട്ടുക എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. വിവാഹം കഴിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് മക്കൾ എന്ന് പറയുന്നത്. അടുത്ത നാളിൽ ഒരു സഹോദരി ധ്യാനത്തിൻ്റെ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചോദിച്ചു, മക്കൾ എത്ര പേരുണ്ട്? ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെന്ത് പറ്റി കുട്ടികൾ? അവർ പറയുകയാണ്, ഭർത്താവ് പറഞ്ഞു ഒറ്റ കുട്ടി മതി. പിന്നീട് 4 തവണ ഗർഭിണിയായി, 4 തവണ അബോർഷൻ ചെയ്തു. അതിനൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു മനസ്താപമോ ഒന്നും ആ സ്ത്രീക്കുമില്ല, ഭർത്താവിനുമില്ല.
4 കുഞ്ഞുങ്ങളെ അബോർഷനിൽ കൊന്നിട്ട് വളരെ കൂളായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. നിഷ്കളങ്ക രക്തത്തിന് കർത്താവ് കണക്ക് ചോദിക്കും. ഈ അബോർഷനിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ എത്രയോ അനുഗ്രഹമായി തീരേണ്ട കുഞ്ഞുങ്ങളാണ്. അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവൾ സന്താന സമൃദ്ധി കർത്താവ് നൽകുന്ന വലിയ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത കാലത്ത് US ധ്യാനം നിർത്തുമ്പോൾ ഒരു ഫാമിലിയായിട്ട് പരിചയപ്പെടാനിടയായി. 9 മക്കൾ, ഭാര്യയും ഭർത്താവും 9 മക്കളുണ്ട് അവർക്ക്. ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകരാണ്. 9 മക്കളെ സ്വീകരിച്ചു. ഇനിയും കൊടുത്താൽ സ്വീകരിക്കാൻ റെഡിയാണ്. ഇതുപോലെ അനേക വ്യക്തികളിൽ നിന്നുണ്ട് യേശുവിനെ അറിഞ്ഞവർ. അവർക്ക് മക്കളെ സ്വീകരിക്കാനായിട്ടൊരു മടിയില്ല. എത്ര മക്കളെ കർത്താവ് തന്നാലും അത്രയും മക്കളെ സ്വീകരിക്കുക. നമ്മൾ തിരിച്ചറിയുക, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവം തരുന്ന മക്കൾ. ഹല്ലേലൂയ. മക്കൾ ധാരാളമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. സങ്കീർത്തനം 128:5. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൽ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാവട്ടെ. ഇതൊരു അനുഗ്രഹമാണ്. മക്കളുടെ മക്കളെ കാണുവാനുള്ള ഒരു അനുഗ്രഹം. ഇന്ന് അനേകം പേർക്കില്ലാത്ത, സമൂഹത്തിലില്ലാത്ത ഒരു പ്രശ്നമായത്. മക്കളുടെ മക്കളെ, കൊച്ചുമക്കളെ കാണാനുള്ള ഭാഗ്യം പലർക്കുമില്ല. അതിൻ്റെ കാരണം എന്താ? പലപ്പോഴും താമസിച്ചുള്ള വിവാഹം. 28, 30, 35 വയസ്സൊക്കെ കല്യാണം കഴിക്കുന്നത്. അത് പാടില്ല. ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ധാരാളം മക്കൾക്ക് ജന്മം നൽകണം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ പിറക്കണം. അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും അനുഗ്രഹം നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 122:7. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാവട്ടെ. അതായത് നിന്റെ ഭവനത്തിൽ സമാധാനം വേണം, നിന്റെ ഭവനത്തിന് സുരക്ഷിതത്വം വേണം. ഇത് ആരാ തരുന്നത്? ദൈവമാണ്. ദൈവം നമുക്ക് ചുറ്റും കോട്ടയായിട്ട് നിൽക്കണം. നിങ്ങൾക്ക് രക്ഷ നൽകാൻ വേണ്ടി കർത്താവ് കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവ് ബലമായി, കോട്ടയായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സങ്കീർത്തനം 91 അത് വലിയ ഒരു സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനമാണ്. അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നിഴലിൽ വസിക്കുന്നവൻ. കർത്താവിൻ്റെ നിഴൽ, കർത്താവിൻ്റെ നിഴൽ. ഒരു വ്യക്തിയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ ആ നിഴൽ ആ വ്യക്തിയോട് ചേർന്ന് തന്നെയാണ്. ആ വ്യക്തിയോട് ചേർന്ന് നിന്നാലേ ആ നിഴലിൽ, ആ തണലിൽ നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ തണലിൽ അല്ലെ കർത്താവിൻ്റെ നിഴലിൽ നിൽക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ആ നിഴലിൽ, ആ തണലിൽ എനിക്കും നിങ്ങൾക്കും സംരക്ഷണം കിട്ടുകയുള്ളൂ, അനുഗ്രഹം കിട്ടുകയുള്ളൂ. അല്ല, അനുഗ്രഹത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ആദ്യമേ മാനസാന്തരപ്പെടുക, പാപം ഉപേക്ഷിക്കുക, എല്ലാവരെയും ഒന്ന് സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ നിങ്ങൾ തിരിച്ച് അവരെ അനുഗ്രഹിക്കാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ അനുഗ്രഹിക്കുന്ന വ്യക്തികളാകണം, അനുഗ്രഹമായിട്ട് മാറണം. കുടുംബത്തിൽ, സമൂഹത്തിൽ, ദേശത്ത് നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം. യേശുവിൻ്റെ മക്കൾ അനുഗ്രഹമായിട്ട് മാറണം. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. വീണ്ടും നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ 28:6 നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായി തീരും. അത് നിന്റെ സകല പ്രവൃത്തികളിലും കർത്താവ്
നിന്നെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 24:19 നിന്റെ വയലിൽ വിളവും കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. അവൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ നിന്റെ സമ്പത്ത്, നിന്റെ കൃഷിവിളവ്, നിന്റെ ഭക്ഷണം മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കണം. ഇത് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. നിന്റെ ഭക്ഷണം പങ്കുവയ്ക്കണം, നിന്റെ സമ്പത്ത് പങ്കുവയ്ക്കണം, നിന്റെ വസ്ത്രം പങ്കുവയ്ക്കണം. വിഷമിക്കുന്നവരെ നീ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരാഗ്രഹത്തിൽ അയക്കുന്നവരെ പോയി കാണണം, രോഗികളെ സന്ദർശിക്കണം, വീടില്ലാത്തവർക്ക് സഹായം ചെയ്യണം. അങ്ങനെയൊക്കെ സഹായങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ഉള്ളവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞു കണ്ടോ, നിൻ്റെ വയലിൽ ഒരു കറ്റ മറന്നുപോയാൽ അത് തിരിച്ചെടുക്കാൻ പോകരുത്. അത് അനാഥർക്കും വിധവകൾക്കുമുള്ളതാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അത് നീ എടുക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ നിൻ്റെ സമ്പത്ത് കൊണ്ട് അനേകരെ സഹായിക്കണം. നിൻ്റെ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അതിലൂടെ തലമുറ തലമുറ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തലമുറകളെ ദൈവം സംരക്ഷിക്കണമെങ്കിൽ നീ ദൈവത്തോടു കൂടി നടക്കണം. നീ ദൈവത്തോടു കൂടി നടന്നാൽ നിൻ്റെ തലമുറകളെ ദൈവം തൻ്റെ ചിറകിൻ്റെ തണലിൽ കാത്തുകൊള്ളും. നീ അധാർമികമായിട്ട് ജീവിച്ചാൽ അത് നിൻ്റെ ഭവനത്തിന് മുഴുവൻ തകർച്ചയായിട്ട് മാറും. സങ്കീർത്തനം 115:13 കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരായിട്ടുള്ളവർ വലിയവരെയും ചെറിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ദൈവത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. വലിയവരെന്നോ ചെറിയവരെന്നോ പണക്കാരനെന്നോ വിദ്യാഭ്യാസമുള്ളവരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നൊന്നും വ്യത്യാസമില്ല. വലിയവരെയും ചെറിയവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികൾ തേടാം. കർത്താവിൻ്റെ കൂടെ നടക്കാം. കർത്താവിൻ്റെ വചനത്തിലായിരിക്കാം. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കരമുയർത്തി പിടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. കർത്താവേ, ഞങ്ങളുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ. കുടുംബശാപങ്ങൾ വിട്ടുമാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ. പാരമ്പര്യ തകർച്ചകൾ വിട്ടുമാറട്ടെ. അനുഗ്രഹം തലമുറകളുടെ മേൽ ഒഴുകട്ടെ. കൃപ ഒഴുകട്ടെ. നന്മകളാൽ നിറയട്ടെ. ഞങ്ങളുടെ പക്ഷത്തു നിൽക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനെ അനുഗ്രഹിക്കണമേ. ദൈവജനത്തിൻ്റെ മേൽ കരുണയും കൃപയും അഭിഷേകവും അനുഗ്രഹവും മലവെള്ളം പോലെ ഒഴുകിയിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ കുടുംബം കോഴിക്കോട് കോടഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഈ മകൾക്ക് ക്യാൻസർ ആയിരുന്നു. അത്ഭുതമാണ് കർത്താവ് ഹീൽ ചെയ്താണ്. ഫോണിലൂടെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. അബുദാബിയിൽ ജോലി ചെയ്യുന്നല്ലേ, അബുദാബിയിലാണ്. ദൈവത്തിൻ്റെ ഒരു അത്ഭുത സൗഖ്യം കിട്ടിയതാണ്. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ജീനറ്റ്. എൻ്റെ വീട് കണ്ണൂർ. ഞാൻ അബുദാബി നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്നേരം 2018 പെട്ടെന്ന് എനിക്കൊരു വയറുവേദന ഉണ്ടായി. ഞാൻ പെട്ടെന്ന് പോയി സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇത് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. റിപ്പോർട്ട് വന്നപ്പം ഒവേറിയൻ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കൊണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് കയറി. അപ്പോൾ ഡോക്ടർ എന്നോട് ഡയറക്റ്റ് പറഞ്ഞു, ജീനറ്റ്, ഇത് ഒവേറിയൻ ക്യാൻസറാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. തന്നെയല്ല, ഇത് ശരീരത്തിലേക്ക് അതർ ഓർഗൻസിലേക്കൊക്കെ ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നാണ് തോന്നി. അപ്പം നമുക്ക് പെട്ടെന്നൊരു ലാപ്രോസ്കോപ്പി ചെയ്ത് ഈ ഉള്ളു മൊത്തം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ സർജറിക്ക് ഡേറ്റ് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ക്യാൻസറാന്ന് പറഞ്ഞപ്പം വളരെയധികം പേടിച്ചു. അങ്ങനെ സാബു ബ്രദറിൻ്റെ റിട്രീറ്റ് സെൻറ്ററിലേക്കും സാബു ബ്രദറിനെയൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ക്യാൻസറാന്ന്, ബ്രദറെ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ സർജറിക്ക് ഡേറ്റ് കിട്ടി. സർജറി ചെയ്തു. സർജറി കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി
ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു മിറാക്കിളാണ്, ഇത് ക്യാൻസർ അല്ല, ഇത് വെറും ഒരു ഫൈബ്രോയിഡ് മാത്രമായിരുന്നു, നമുക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം അതൊരു ഫൈബ്രോയിഡ് മാത്രമായിരുന്നു, അത് എടുത്തു കളഞ്ഞു, പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരുണയും സ്നേഹവും എത്ര വലുതാണെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആ സമയത്ത് വലിയൊരു സങ്കടമായില്ലേ? അതെ അതെ, ഭയങ്കര സങ്കടമാണ് മനസ്സുകൊണ്ട് ഞാൻ. കാരണം ഒവേറിയൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഒരു 6 മാസം അത് അത്രേ ജീവിക്കുള്ളൂ, അതിൽ കൂടുതൽ ഒരു ആയുസില്ല. അപ്പോൾ ഡോക്ടർ തന്നെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ക്യാൻസറാണ്, അപ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡല്ലേ, നമുക്കറിയാലോ, അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക, പിന്നെ ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒവേറിയൻ ക്യാൻസറാണ്, ആയുസ് 6 മാസമൊക്കെ ഉള്ള വരും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആയുസ് തീരുമാനിക്കുന്നതും സൗഖ്യം നൽകുന്നതും യേശുവാണ്. യേശു എന്ത് പറയുന്നു അതേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അവൻ എന്തു പറയുന്നു അത് നടക്കും. അവൻ്റെ പേരിന് ജിനറ്റ് എന്ത് പറയുന്നു? വൈഫിന് ഈ അസുഖം ഉണ്ടായിരുന്നപ്പോഴത്തെ ആ ഒരു അനുഭവം എന്തായിരുന്നു? ആ സമയത്ത് ഞാനും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒവേറിയൻ സിസ്റ്റമാണ്, അത് ക്യാൻസർ ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വായിൽ ഇങ്ങനെ കടിച്ച് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പോകുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. ഇവളുടെ ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ റൂമിലായിരുന്നു, ഹോസ്പിറ്റലിൻ്റെ റൂമിൽ കൊന്തയെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ് കൊന്തയെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഡോക്ടറിനെ വിളിച്ചു, ജിനറ്റ് ഇങ്ങോട്ട് വാ, എന്താ സാറേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എടോ ഇത് വെറും ഒരു സിസ്റ്റം മാത്രമാണ്, ഒരു കുഴപ്പമില്ല, ഒരു മിറക്കിളാണ്, ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. ദൈവത്തിന് നന്ദി പറയാം. അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. സാധാരണ ഈ ഫോണിൽ വിളിക്കുന്നവർ അല്ലെ ഫോണിലൊക്കെ വിളിച്ച് സൗഖ്യം കിട്ടുന്നവരൊന്നും വന്നും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയാറില്ല. പ്രത്യേകിച്ച് ഇവിടെ വന്ന് മാരകമായ രോഗം സൗഖ്യം പ്രാപിച്ചിട്ട് പോയിട്ട് പോലും ഇവിടെ വളരെ അപൂർവ ആളുകളാണെന്ന് നന്ദി പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. അപ്പോൾ കോടഞ്ചേരി കോഴിക്കോട് നിന്ന് ഇവർ എപ്പോൾ പുറപ്പെട്ടു? ഇന്നലെ രാത്രി പോകുന്നതാണ്. അവരുടെ ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ, യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ ഫാമിലി ഇവിടെ വന്നതാണ്. ഉറപ്പാണ് ഇതിന് വലിയ പ്രതിഫലം കർത്താവ് കൊടുക്കും. യേശു ആരിലും വലിയവൻ വലിയവൻ, യേശു യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.